ഓക്കെ, ഇത് നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര ഹാർഡൊന്നുമല്ല. നിങ്ങൾ ബേസിക്കായിട്ട് കുറച്ച് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ് സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ ഇക്വേഷൻ, അതാണിത്. ഇനി വേറെ അറിഞ്ഞിരിക്കേണ്ടത് ലിമിറ്റിൻ്റെ ഇക്വേഷൻസ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് അത് 1 ആയിരിക്കും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് അത് 0 ആയിരിക്കും. 1 അല്ല 0 ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കൂടാതെ ഒരെണ്ണം കൂടെ അറിഞ്ഞിരിക്കണം, ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. അതായത് ലിമിറ്റ് ഓഫ് 2 ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റ് കാണാൻ പറഞ്ഞാൽ ഓരോന്നിൻ്റെ ലിമിറ്റ് കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബൈ ഹാർട്ട് ചെയ്തിട്ടൊക്കെ പോകേണ്ടി വരും. ബൈ ഹാർട്ട് ചെയ്ത് പോകണ്ട, ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ? നമുക്ക് നോക്കാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എക്സ് അല്ല എച്ച് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ അവിടെ സൈൻ എക്സ് എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പ്ലസ് എച്ചിൻ്റെ അവിടെ സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ്. നമ്മുടെ ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. സോ സൈൻ ഓഫ് എക്സ് പോരാ എക്സ് പ്ലസ് എച്ച് കൊടുക്കണം. കാരണം എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് പ്ലസ് എച്ച് ആണ് വന്നിരിക്കുന്നത്. മൈനസ് എഫ് ഓഫ് എക്സ് അതായത് സൈൻ എക്സ് ഡിവൈഡ് ബൈ എച്ച്. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, കാരണം ഡിവിഷൻ ബൈ 0 വന്നേക്കണം. അപ്പോൾ നമ്മൾ ഇതിന് ചേഞ്ച് വരുത്തണം, ഫംഗ്ഷനെ വേറെ ഇതിലോട്ട് മാറ്റണം. അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല അറിയണം. ഓക്കെ, നമുക്ക് അപ്ലൈ ചെയ്യാം. സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല ഇതാണ്. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഓക്കെ, നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് ഞാനിവിടെ എഴുതണില്ല, ഞാനിതൊന്ന് സെറ്റാക്കിയിട്ട് അവസാനം എഴുതാം. സൈൻ എ കോസ് ബി. സൈൻ എന്ന് പറഞ്ഞാൽ എയുടെ സ്ഥാനത്ത് ഇവിടെ എക്സ് ആണ്, ബിയുടെ സ്ഥാനത്ത് എച്ച് ആണ് അല്ലേ. അപ്പോൾ സൈൻ എ കോസ് ബി, അപ്പോൾ കോസ് എച്ച് ഇവിടെ ഇൻറ്റു ആണ് കേട്ടോ, പ്ലസ് കോസ് എ സൈൻ ബി അല്ല, അതല്ല ഇക്വേഷൻ. അപ്പോൾ കോസ് എക്ക് പകരം കോസ് എക്സ്, സൈൻ ബിക്ക് പകരം സൈൻ എച്ച് ഇൻറ്റു സൈൻ എച്ച്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഇതങ്ങനെ തന്നെ, ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഡിവൈഡ് ബൈ എച്ച്. ഇപ്പോഴും രക്ഷയില്ല, ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റണം. നമുക്കറിയാം ഇവിടെ ഒരു സൈൻ എക്സ് ഉണ്ട്, ഇവിടെയും ഒരു സൈൻ എക്സ് ഉണ്ട്. ന്യൂമറേറ്ററുള്ള കേസ് മാത്രം എടുക്കുക. ഇവിടെ ഒരു സൈൻ എക്സ് ഉണ്ട്, ഈ ടേമിലൊരു സൈൻ എക്സ് ഉണ്ട്, ഈ ടേമിലൊരു സൈൻ എക്സ് ഉണ്ട്. അപ്പോൾ അതിനെ ഒരുമിച്ച് ഞാൻ എഴുതാൻ പോയണ്ട. സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച്, എനിക്ക് ഇപ്പുറത്തോട്ട് എഴുതാമല്ലോ, മൈനസ് സൈൻ എക്സ്. ഈ ബാക്കിയുള്ള ഈ സാധനം ഇവിടെ എഴുതാം, പ്ലസ് കോസ് എച്ച് ഇൻറ്റു സൈൻ കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് ഡിവൈഡ് ബൈ എച്ച്. ഇനി സൈൻ എക്സ് ഈ ടേമിലും കോമൺ ആണ്. ഞാൻ അപ്പോൾ ഇതൊന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു ഇതിൽ നിന്ന് സൈൻ എക്സ് പോയാൽ കോസ് എച്ച് മാത്രമേ ഉള്ളൂ, മൈനസ് ഇവിടെ നിന്നൊരു സൈൻ എക്സ് പോയാൽ ഇവിടെ 1 ഉള്ളൂ അല്ലേ. ഇങ്ങനെയാക്കി. അപ്പോൾ ഇതിന് ഈ ടേമിനെ ഞാൻ ഇതിൽ നിന്ന് സൈൻ എക്സ് മാത്രം പുറത്തെടുത്തു, ഇതിനിങ്ങനെയാക്കി. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ എഴുതി, പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് ഡിവൈഡ് ബൈ എച്ച്. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ എത്തിയേക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. എച്ചിൽ 0 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 0 അപ്ലൈ ചെയ്താൽ അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്, അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്രേ ഉള്ളൂ. ഡിവിഷൻ ബൈ 0 വരും. സോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്തൊക്കെയാണ്? ഒന്ന് ഇക്വേഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് മൈനസ് 1 ബൈ എക്സ്, അത് 0 ആയിരിക്കും. നമുക്ക് ഇവിടെ ഉണ്ട് അത്, പക്ഷേ ഈ ഡിവിഷൻ മൊത്തത്തിലാണ്. ഈ ഒരു പാർട്ട് ഉണ്ട് അല്ലേ, പക്ഷേ ഡിവിഷൻ മൊത്തത്തിലാണ്. അപ്പോൾ അതിന് പറ്റിയ രീതിയിലേക്ക് ഇതിനെ മാറ്റണം. ആ രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എച്ച് ഞാൻ ഈ ടേമിനും കോമൺ ആണ്. സോ കോമൺ ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിയോ, സൈൻ എക്സ് ഇൻറ്റു, ഞാൻ ഒരു ചെറിയ ചേഞ്ച് വരുത്താണ്. സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് മൈനസ് 1, ഇതിന് ഞാൻ എച്ച് കൊടുത്തു.
ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇതിന് ഡിവൈഡ് ബൈ എച്ച് കൊടുക്കാം, ഇതിനും ഡിവൈഡ് ബൈ എച്ച് കൊടുക്കാം. അത് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ആണ് അല്ലേ. ഇതിൻ്റെ ഡിനോമിനേറ്റർ കോമൺ ആണ്, അപ്പോൾ സെപ്പറേറ്റ് കൊടുത്താലും സെയിം ആയിരിക്കും. അപ്പോൾ പ്ലസ് ഇതിനും കൊടുക്കാം, കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് ബൈ എച്ച്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ കിട്ടില്ല, ഇവിടെ സീറോ ആയിട്ട് പോകും. നമുക്ക് മറ്റേ ഫോമിലേക്ക് മാറ്റാം, കോസ് എച്ച് മൈനസ് 1/h. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ ഒരു സൈൻ എക്സ് ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യും, അതിനാണ് ഞാൻ പറഞ്ഞ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് വന്നാൽ രണ്ടിനും നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതാണ് ഈ ഇക്വേഷൻ. ഇവിടെ സൈൻ എക്സ് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, രണ്ടിനും സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ എക്സ് ലിമിറ്റ് h ടെൻസ് ടു 0. കാരണം ഇവിടെ ഇൻറ്റു ഞാനിവിടെ സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. കോസ് h മൈനസ് 1 ഡിവൈഡ് ബൈ എച്ച്, സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ മറ്റേ ഫോർമാറ്റിലേക്ക് ആയി. ഈ പാർട്ട് എന്താവും, ഈ ഇക്വേഷൻ വെച്ചിട്ട് h ടെൻസ് ടു 0 ആണ്, കോസ് h മൈനസ് 1 ആണ്, ബൈ h ആണ്. അവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എച്ച് ആണ്, രണ്ടും എന്താണ് 0 ആയിട്ട് പോകും. അപ്പോൾ ഈ പാർട്ട് എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. അപ്പോൾ h ടെൻസ് ടു 0 സൈൻ എക്സ് ഇതുണ്ട്, അതവിടെ നിൽക്കട്ടെ, അതിലോട്ട് ഞാൻ വരാം. ഇവിടെ ഉണ്ട്, ഇവിടെ 0 ആയാൽ സൈൻ എക്സ്, അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ എക്സ് ഇൻറ്റു 0. ഈ ടേം എന്തായാലും 0 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓട്ടോമാറ്റിക്കലി 0 ആയിരിക്കില്ലേ. എന്തിനെ 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ്. ഇതെന്തായിക്കോട്ടെ, 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. സോ മൊത്തത്തിൽ ഇതിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. ഇത് നമുക്ക് അവിടെ മാത്രമേ ഉള്ളൂ. ഇനിയുള്ളത് ഈ പാർട്ടാണ് അല്ലേ, ലിമിറ്റ് h ടെൻസ് ടു 0. ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതും ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. മൾട്ടിപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യണ പോലെ തന്നെ അഡീഷനിലും അപ്ലൈ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇക്വേഷനൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 cos x ഇൻറ്റു സൈൻ എച്ച് ബൈ എച്ച്. ഇനി നമുക്കിവിടെ എച്ചിന് 0 കൊടുത്താൽ ഇവിടെയും പറ്റില്ല. പക്ഷെ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്, ഈ ഇക്വേഷൻ സൈൻ എക്സ് ബൈ എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. അപ്പോൾ ഇതിനെ ആ രീതിയിലോട്ടൊന്ന് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. കാരണം ഈ കോസ് എക്സിന് സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, സൈൻ എച്ച് ബൈ എച്ചിന് സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. കാരണം ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് അത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 കോസ് എക്സ് ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച്. അപ്പോൾ ഈ പാർട്ട് എന്തായി, ഈ ഫോർമാറ്റായി. ഇതിൻ്റെ ആൻസർ 1 ആണല്ലേ, ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ ഫൈനലി നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ അല്ല, ഇവിടെ വരെ എത്തി നമ്മൾ. ലിമിറ്റ് h ടെൻസ് ടു 0 കോസ് എക്സ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ h ടെൻസ് ടു 0 കോസ് എക്സ് ആണ് വന്നിട്ടുള്ളത്, h അല്ല. h ആയിരുന്നെങ്കിൽ എച്ചിൽ ഇവിടെ 0 കോസ് 0 അപ്ലൈ ആയിരുന്നു. ഇവിടെ h ടെൻസ് ടു 0 കോസ് എക്സ്, അതായത് ഇതൊരു കോൺസ്റ്റന്റ്. എച്ചിനെ സംബന്ധിച്ചിടത്തോളം കോസ് എക്സ് എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. കാരണം എച്ചും എക്സുമായിട്ടൊരു ബന്ധമില്ല അല്ലേ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ എച്ച് ഇവിടെ ഇല്ല. സോ എന്താണ് അതിൻ്റെ ആൻസർ, ഈ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും അതിൻ്റെ ആൻസർ. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, കോസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. വലിയ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷേ നിങ്ങൾക്ക് ലിമിറ്റിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസും സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ വാല്യൂസൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ട്രിഗണോമെട്രി പഠിക്കുക, സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ വാല്യൂസ് പഠിക്കുക, ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഹാർഡല്ല, എളുപ്പമാണ്. അപ്പോൾ ഇതാണ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ.